എടീ പണ്ട് പണ്ട് വല്യ വല്യ മഹാന്മാരൊക്കെ ഒരുപാട് സമരം നടത്തി അത് വിജയിച്ച കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു കൂട്ടം പക്ഷികള് ഒരു സമരം നടത്തിയിട്ട് തോറ്റുപോയ ഒരു കാര്യത്തെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അതേത് സമരം? അങ്ങ് പണ്ട് എല്ലാത്തരം പക്ഷികളും ഒരുപോലെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നെന്നറിയോ? ഇല്ല. അതായത് ഇവർക്കാർക്കും കാഷ്ടിക്കാനായിട്ട് കക്കൂസ് ഉണ്ടായിരുന്നില്ല. അതിന് സാധാരണ ഇവര് പറന്നു പോകുന്ന സമയത്തല്ലേ അപ്പി ഇട്ടോണ്ട് പോണത്? ഇല്ല, നിനക്ക് തെറ്റി. പണ്ടുള്ളവരൊക്കെ തറവാട്ടിൽ പിറന്നവരായിരുന്നു. അവരാരും പറന്നു പോകുമ്പോ കാഷ്ടിക്കാറില്ല. പിന്നെ അതായത് പറന്നു പോണ സമയത്ത് ഇവർക്ക് ഇതേപോലെ കാഷ്ടിക്കാൻ മുട്ടി. ഇവര് വേഗം താഴത്തോട്ട് വരും. താഴത്തോട്ട് പറന്നിറങ്ങിയിട്ട് ഏതെങ്കിലും കുറ്റിക്കാട്ടില്ല മരത്തിന്റെ ചോട്ടിലൊക്കെ പോയിരുന്നിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്തിരുന്നിട്ടായിരുന്നു ഇവര് കാഷ്ടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ഇവരുടെ പ്രശ്നം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദൂരത്തങ്ങ് ആകാശത്ത് ഇവർ പറന്നു പോണ സമയത്താണ് ഇവർക്ക് ഇതേപോലെ അപ്പിടാൻ മുട്ടണമെങ്കിൽ അത്രയും വേഗം താഴത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അതിനു മുമ്പ് തന്നെ ഇവരുടെ കാഷ്ടം പോകത്തില്ല. അപ്പൊ ഇവർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര നാണക്കേടാണ്. ഈ പ്രശ്നം ഇങ്ങനെ ഗുരുതരമായ സമയത്ത് ഇവരെല്ലാരും കൂടി ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് എല്ലാ പക്ഷികളും കൂടി അവിടെ ഒരു യോഗം കൂടണേണ്. അപ്പൊ ഈ യോഗത്തിൽ ഇവരിങ്ങനെ പറയുമ്പോ എന്ത് പരിഹാരം നമുക്ക് കാണാം. ഇവര് ഉന്നയിക്കണ ആ ഒരു അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ലോങ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ പറന്നു പോണ സമയത്ത് ഈ മരത്തിന്റെ മണ്ടയില് ഇവർക്കൊരു കാഷ്ടാലയം വേണം. കാഷ്ടാലയോ? അത് ശൗചാലയം പോലെ ഇവർക്ക് കാഷ്ടിക്കാനുള്ള ആലയം, കാഷ്ടാലയം. അപ്പൊ ഈ കാഷ്ടാലയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടി പാട്ട് പാടി സമരം ചെയ്യാൻ തീരുമാനിക്കുന്നതാണ്. അപ്പൊ ഇവര് പാടുന്ന പാട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പാടിത്തരാം. കാഷ്ടം തട്ടാൻ മുട്ടും നേരം കക്കൂസില്ല ഞങ്ങൾക്ക്, പറക്കും നേരം കാഷ്ടം തട്ടാൻ വേണം കക്കൂസ്. കാഷ്ടം തട്ടാൻ മുട്ടും നേരം കക്കൂസില്ല ഞങ്ങൾക്ക്, പറക്കും നേരം കാഷ്ടം തട്ടാൻ വേണം കക്കൂസ്. മുട്ടും നേരം താഴോട്ടെത്തി കാഷ്ടം തട്ടാനാവില്ല, മേലെ തന്നെ പോകാൻ വേണ്ടി കക്കൂസ് വെച്ച് താ. കാഷ്ടാലയം വേണം, ഇന്ത്യൻ കക്കൂസ് വേണം, എല്ലാ മരത്തിലും ഒരു മറ വേണം. കാഷ്ടം തട്ടാൻ ഞങ്ങൾ കിളികൾക്ക് ഒരു കക്കൂസ് വേണം, എല്ലാ മരത്തിലും. എന്നിട്ട് ഇവരെ സമരം ജയിച്ചാ? ഇവരുടെ പാട്ട് കേട്ടിട്ടും ഇവർക്ക് കിട്ടേണ്ട അവകാശങ്ങളൊന്നും ആരും പണിത് കൊടുത്തില്ല. അപ്പൊ ഇവര് വീണ്ടും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇവര് തീരുമാനിക്കണേ ഇനി നമുക്ക് പ്രതിഷേധത്തിന്റെ നാളുകളാണ്. നമുക്ക് എവിടെ മുട്ടുന്നോ നമ്മ അവിടെ കാഷ്ടിക്കണം. തട്ടുന്നു കാഷ്ടം, ചിതറുന്നു പ്രതിഷേധം, കക്കൂസ് നൽകും നേരം വരെയും കാഷ്ടം തട്ടൽ നിർത്തില്ല. അയ്യേ. കാഷ്ടമിട്ട് ചിതറിക്കുന്നത് അവരുടെ പ്രതിഷേധമാണ്. ആ ചിതറി വീഴുന്ന പ്രതിഷേധം നമ്മുടെ മേത്ത് വീഴാതെ നമ്മൾ സൂക്ഷിക്കണം.